friends, welcome to Green Lifestyle. Hi. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും ഉണ്ണിക്കുട്ടനും കൂടിയാണ് കേട്ടോ ഇൻട്രോ പറയണത്. കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുമായിട്ട് ഉണ്ണിക്കുട്ടൻ എവിടെ. അപ്പോൾ ഉണ്ണിക്കുട്ടനെ ഇന്ന് ഞാൻ വിളിച്ചു കൊടുത്ത് ഇങ്ങനെ നിർത്തിയേക്കാണ് ഇൻട്രോ പറയാനായിട്ട്. അപ്പം ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും അറിയാലോ, തമ്പനയിൽ എല്ലാവരും കണ്ടല്ലോ. നമ്മൾ ഉഴുന്ന് വടയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല മുരാന്നുള്ള ഉഴുന്ന് വടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഈ ഉഴുന്ന് വട എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണാം. അപ്പോൾ അതിന് മുന്നായിട്ട് എന്താ ചെയ്യേണ്ട ഉണ്ണിക്കുട്ട? ചാനൽ സബ്സ്ക്രൈബ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പറയാടോ. നമ്മൾ ചട്നി റെസിപ്പി അതുണ്ട്. അപ്പൊ ഉഴുന്നുവടയും ചട്നിയും കാണിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഉഴുന്നുവടയുടെ കൂടെ കഴിക്കാനൊരു നല്ല കട്ടി ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതും കൂടിയും കാണിക്കും. അപ്പൊ അതിന്റെ റെസിപ്പി ഉണ്ട്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂട്ടത്തിൽ ബെല്ലൈക്കൺ അമർത്താനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിലാണ് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് കാണാം അല്ലേ. ഞാനിവിടെ ഒരു 1/4 കിലോ ഉഴുന്നാണ് കേട്ടോ വെള്ളത്തിലിട്ടേക്കണത്. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് കേട്ടോ. അപ്പോൾ രാവിലെ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഉഴുന്നുവട ഉണ്ടാക്കാനാണെങ്കിൽ തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാവിലെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇനി 4 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുവാണ് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചേക്കാം. അപ്പോഴത്തേനും ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സവാള, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവാളയുടെ എല്ലാം തൊണ്ടൊക്കെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സവാളക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കിലോ ഉഴുന്നിന് ഒരു 5-10 ഉള്ളിയൊക്കെ മതി കേട്ടോ. ഈ പച്ചമുളകിൻ്റെ എല്ലാം ഞെട്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്, വേപ്പിലയും എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒന്ന് തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പം മുളകെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി എടുക്കട്ടെ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ സവാള നല്ല കുനാന്നൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞ് തന്നെ എടുക്കണം കേട്ടോ. ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നേരിയതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഈ ഇഞ്ചി കൂടി ഒന്ന് കുനുകുനാന്നൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. പച്ചമുളക് ഇതുപോലെ നേരിയതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതേ പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ഈ വേപ്പില കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് പയ്യൊന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും കുറച്ച് സമയത്തേക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മുടെ ഉഴുന്ന് ദേ ഇവിടെ വെള്ളമെല്ലാം വാർന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉഴുന്ന് അരക്കാനായിട്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ ഏറ്റവും ചെറിയൊരു ജാറാണ് കേട്ടോ എടുത്തേക്കണത്. ഇതിനകത്തേക്ക് കുറച്ച് ഉഴുന്നിട്ടതിന് ശേഷം ഞാനിത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൊണ്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അളന്നൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ടേബിൾ സ്പൂണിൽ തന്നെ അളന്ന് ഒഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. നമ്മൾ കുറച്ച് വെള്ളം ചുമ്മാ അങ്ങനെ ഒഴിച്ചാൽ ഒരുപാട് വെള്ളമായി പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അതായത് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞൊന്നും പോവരുത്. ഒരു 95% അരഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ടൊന്നും അരയരുത് കേട്ടോ. ചെറിയൊരു തരിതരിപ്പൊക്കെ വേണം നമ്മുടെ ഉഴുന്നിൻ്റെ. അപ്പോൾ ദേ ഇത് കണ്ടോ, ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ നമ്മുടെ ഉഴുന്ന് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ചെറിയൊരു ജാറിൽ അരച്ചെടുക്കണതായിരിക്കും കേട്ടോ നല്ലത്. വലിയ ജാറിലൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ കൂടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദേ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉഴുന്നെല്ലാം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ടേബിൾ സ്പൂണിൽ അളന്ന് ഒഴിച്ചാൽ മതി കേട്ടോ. എങ്കിലാണ് നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് ഇത് അരച്ചെടുക്കാൻ പറ്റുള്ളേ. അപ്പോൾ അതേ നമ്മളെല്ലാ ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ ഇത് കണ്ടോ, ഇതിൽ 1 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തത്. ഇതൊന്ന് പയ്യെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ കറിവേപ്പിലയും നമ്മുടെ വട്ടത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളകും നമ്മൾ കൊത്തി അരിഞ്ഞ ഇഞ്ചിയും നമ്മൾ കുനുകുനാന്ന് കൊത്തി അരിഞ്ഞ സവോളയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ചതച്ചെടുത്ത കുരുമുളകും നമ്മുടെ ഉഴുന്നുവടക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ഒരു 10 മിനിറ്റ് സമയം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇതിങ്ങനെ കൈ കൊണ്ട് തന്നെ നിങ്ങൾ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഉഴുന്നുവട നല്ല പൊങ്ങിയൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കൈ കൊണ്ട് കുഴക്കണതാണ് ഈ ഒരു ഉഴുന്നുവടയുടെ ഒരു സീക്രട്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂർ സമയം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ഉഴുന്നുവടയുടെ കൂടെ കഴിക്കാനുള്ള നല്ല കട്ടി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങയാണ് എടുത്തേക്കണത്. ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാറുണ്ട്. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തോരം തേങ്ങയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഞ്ചിയും വേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. നമ്മൾ കട്ടി ചമ്മന്തിയെല്ലാം ഉണ്ടാക്കണം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുത്തത്. വീണ്ടും ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അരച്ചിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കാണാനൊരു രസത്തിനായിട്ടാണ് കേട്ടോ ഈ വേപ്പിലേക്ക് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ നമ്മുടെ ചമ്മന്തി, തേങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കില്ലേ ഉഴുന്നുവടയുടെ മാവ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, 1 മണിക്കൂർ നമ്മൾ അടച്ചു വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉഴുന്നുവട ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിനകത്ത് ഞാൻ ഒരു 2-3 ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് അധികം തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാവാനായിട്ട് വെച്ചേക്കുവാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമുക്കതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ച വെള്ളത്തിനകത്ത് നമ്മുടെ കൈ ഇങ്ങനെ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ മാവിനകത്തുനിന്ന് നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ഉഴുന്നുവടയാണോ ഉണ്ടാക്കേണ്ടത് അതിന് ആവശ്യത്തിനുള്ള മാവ് കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇങ്ങനെ ഇത് കണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ബോളാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൈ കൊണ്ട് പയ്യെ ഒന്ന് അമർത്തിയതിന് ശേഷം നമ്മളിത് കണ്ട നമ്മുടെ വിരൽ കൊണ്ട് ഇതിനകത്ത് നടുക്കായിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഇപ്പുറത്തെ കൈയിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയം നമ്മുടെ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ, അടപ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും നമുക്കതുപോലെ തന്നെ കൈവെള്ളത്തിൽ ഓരോ പ്രാവശ്യം മാവ് എടുക്കുമ്പോഴും കൈവെള്ളത്തിനകത്ത് മുക്കണം കേട്ടോ. എന്നിട്ട് മാവ് കയ്യിലെടുത്ത് നമ്മുടെ ഒരു വിരൽ കൊണ്ട് അതിൻ്റെ നടുക്ക് ഒരു ചെറിയ ഹോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മാവ് കയ്യിലെടുത്ത് റൗണ്ട് ഒരു ബോൾ പോലെ ആക്കിയതിന് ശേഷം നടുക്ക് വിരലുകൊണ്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഇപ്പുറത്തെ കയ്യിലേക്ക് എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ മാവ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ അടുപ്പിലെ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് സാവധാനം നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറമേ കരിഞ്ഞു പോകും, അകത്ത് വേവേയും ഇല്ല കേട്ടോ. അപ്പോൾ വളരെ സാവധാനം ക്ഷമാപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇത് കണ്ടത് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല മൊരിഞ്ഞൊക്കെ അങ്ങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കോരിയെടുക്കുന്ന സമയത്ത് നമ്മുടെ അടുപ്പിൽ തീ കൂട്ടി വെച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് അടുപ്പിൽ നിന്ന് കോരിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വടയൊക്കെ എണ്ണ കുടിച്ചു പോകുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഇത് കണ്ട് ഇതുപോലെ ഇങ്ങനെ കയ്യിലെടുത്ത് ഇതുപോലെ സെൻറ്ററിൽ ഒരു ഹോള് വിരലുകൊണ്ടിട്ടതിന് ശേഷം ഇപ്പുറത്തെ കയ്യിലേക്ക് എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തീ ഇത്തിരി കൂട്ടി വെച്ചേക്കണം കേട്ടോ. നമ്മൾ ഉഴുന്ന് വടയുടെ മാവ് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തീ കൂട്ടി വെക്കണം അടുപ്പിൽ. ഇത് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം.
നമ്മുടെ വട എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനുള്ള സമയമാകുമ്പോഴത്തേനും തീ വീണ്ടും കൂട്ടി വെക്കണം കേട്ടോ. തീ കൂട്ടി വെച്ചതിന് ശേഷം മാത്രമാണ് ഉഴുന്നുവട എണ്ണയിൽ നിന്ന് കോരി എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്നുവട എണ്ണ കുടിച്ചു പോകും കേട്ടോ. അപ്പോൾ ദേ ഈ ഉഴുന്നുവടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കോരിയെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഉഴുന്നുവടയൊന്നും ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ എല്ലാ ഉഴുന്നുവടയും ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് വലിയ സൈസിൽ ഉണ്ടാക്കിയതുകൊണ്ട് 1/4 കിലോ ഉഴുന്നുകൊണ്ട് എനിക്കിവിടെ ഒരു 11 ഉഴുന്നുവടയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ചെറിയ സൈസാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം ഉഴുന്നുവട അതായത് ചെറിയ സൈസാണെങ്കിൽ നമുക്കൊരു 15 ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി കഴിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതേ ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മുടെ കട്ടിച്ചമ്മന്തിയിൽ എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ? എല്ലാവരും കണ്ടില്ല അമ്മ എങ്ങനെയാ ഉഴുന്നുവട ഉണ്ടാക്കിയെന്ന്. ഉണ്ണിക്കുട്ടന് ഇഷ്ടമായ ഉഴുന്നുവട? എനിക്കിഷ്ടമായി, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഉഴുന്നുവട ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കിയത്. പക്ഷെ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇത്ര ഭംഗിയായിട്ട് ഇത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കും ഉറപ്പായിട്ടും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റും. ചട്നിയും അടിപൊളി ടേസ്റ്റ്. പിന്നെ ഞാനും ഇങ്ങനെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞാൻ ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അറിയാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയണതാണെങ്കിലും ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. പിന്നെ അമ്മേനോടും അമ്മൂമ്മേനോടും ഒക്കെ ചോദിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടാൽ നമ്മൾ ഒരു 10 വീഡിയോ കണ്ടാൽ അതിൽ നിന്നൊക്കെ നമുക്ക് ഓരോരോ ടിപ്സ് ഒക്കെ പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൽ റിസർച്ച്. ഉഴുന്നുവട മാത്രമല്ല, എന്ത് കാര്യം ചെയ്താലും അതിന് നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടും അമ്മേനോടും അമ്മൂമ്മേനോടും ഒക്കെ ചോദിച്ചിട്ടും ഒക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കിയൊക്കെ നോക്കണം. പക്ഷെ എനിക്ക് നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ എൻ്റെ കൂട്ടുകാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. ബൈ ബൈ.